സൊസൈറ്റി ഒരിക്കലും അഡ്രസ്സ് ചെയ്തിട്ടില്ല. എന്താണ് 12 വർഷം അല്ലെ 10 വർഷം അല്ലെ 5 കൊല്ലം ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ തിരിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ സമീപിക്കുന്നത്? ഇത് ഒരു വലിയൊരു ഇഷ്യൂ ആണ്. കാരണം ഒരാളുടെ മേൽ നമ്മളൊരു കുറ്റവാളി എന്ന് മുദ്ര ചാർത്തി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. അയാളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനോ അയാളെ ഈ പറയുന്ന ആ ഒരു മനുഷ്യനായി അയാളെ കൺസിഡർ ചെയ്യാനോ ഉള്ള നമ്മുടെ സൊസൈറ്റിയുടെ ഒരുപാട് വിമുഖതയുണ്ട്. ഇത് ശരിക്കും ഭയങ്കര ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ തന്നെയാണിത്. കാരണം പ്രത്യേകിച്ച് വധശിക്ഷ പോലെ നമ്മളിന്ന് നമ്മുടെ രാജ്യം പോലും വധശിക്ഷയെ അനുകൂലിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിൽ നമ്മുടെ സൊസൈറ്റി പോലും വധശിക്ഷയെ അനുകൂലിക്കുകയാണ്. ലോകം മുഴുവനും വധശിക്ഷ നിർത്തലാക്കുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നും എവിടെയോ നമ്മൾ വധശിക്ഷയെ അനുകൂലിക്കുന്ന രീതിയിൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. ഇത് തന്നെയാണത്. കാരണം ഒരു സൊസൈറ്റി തന്നെ അല്ലെങ്കിൽ ഒരു ജനത തന്നെ ഒരു ക്രിമിനൽ സ്വഭാവത്തോടു കൂടിയാണ്. കാരണം ഒരു കൊലപാതകത്തെ മറ്റൊരാളുടെ കൊലപാതകത്തെ ന്യായീകരിക്കുന്നത്. ഇത് തന്നെയാണ് ഒരിക്കൽ ജയിലിൽ പോയിട്ട് തിരിച്ചു വരുന്നൊരു മനുഷ്യനെ നമ്മൾ എങ്ങനെ കാണുന്നു, എന്താണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ മനുഷ്യരായി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഒരു നിമിഷത്തെ ഏത് മനുഷ്യനും ഒരു നിമിഷത്തെ ഒരു ഭ്രാന്ത് കൊണ്ട് ഒരു അറിവില്ലായ്മ കൊണ്ട് അവിവേകത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു അബോധത്തിൽ നിന്ന് ഇതെല്ലാം സംഭവിച്ചേക്കാം. രാഘവൻ എന്ന് പറയുന്ന ഈ കഥാപാത്രം ഈ പറഞ്ഞ 2 സ്ത്രീകളെ കൊല്ലുന്നു. അതിനെക്കുറിച്ചിട്ട് ഇതിലെ നെടുമുടിയുടെ കഥാപാത്രം പറയുന്നുണ്ട്. അവനിന്ന് ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ, പക്ഷേ ഒരു നിമിഷത്തെ ഭ്രാന്ത് കൊണ്ട് സംഭവിച്ച പോലെ ആയിരിക്കാം. പക്ഷേ ഇവരെ തിരിച്ച് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ നമ്മുടെ സൊസൈറ്റി എന്താണ് ചെയ്യുന്നത്? അതാണ് താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ ശരിക്കും ജയിൽ ശരിക്കും നമ്മുടെ മലയാളി നോക്കിക്കാണേണ്ട ഒരു വലിയ വിഷയമാണ് ജയിലെന്ന് പറയുന്നൊരു കാര്യം. കാരണം ഈ ഡിസിപ്ലിൻ ആൻഡ് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞുള്ള മിഷേൽ ഫൂക്കോയുടെ ഒരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ ഭയങ്കര ഈ പെനോപ്റ്റിക്കോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിദ്ധാന്തത്തെക്കുറിച്ച് അയാൾ പറയുന്നുണ്ട്. അതായത് ഈ നിങ്ങൾ എവിടെയൊക്കെ സഞ്ചരിച്ചാലും നിങ്ങളുടെ മേലൊരു നോട്ടം, ഒരു ഗോപുരാകൃതിയിലുള്ള ഒന്നിൻ്റെ മേലിൽ നിന്നുള്ളൊരു പോലീസുകാരൻ്റെ അല്ലെങ്കിൽ ഒരു കാവൽക്കാരൻ്റെ നോട്ടം നിങ്ങളുടെ മേലിൽ എപ്പോഴും ഉണ്ടാവും. അതിപ്പോൾ ഈ നോട്ടം എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെതാണ്. ഈ അധികാരത്തിൻ്റെ നോട്ടം നമ്മുടെ നമുക്ക് മേലിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. അത് നമ്മളുടെ ഓഫീസ് റൂമുകൾക്ക് പ്രത്യേക റൂമുകളുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം നമ്മളുടെ ന്യൂസ് ഡെസ്കുകൾ, അത് ശരിക്കും എനിക്ക് തോന്നുന്നു റീഡേഴ്സ് ഡൈജസ്റ്റിൻ്റെയാണ് ആദ്യമായിട്ട് അങ്ങനെ വരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് എല്ലാവരും ഒരേ സ്പേസിൽ നിന്ന് വർക്ക് ചെയ്യും. പക്ഷെ നിങ്ങൾക്കറിയാം ഒരു സ്ഥലത്ത് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. ഇപ്പോൾ അത് കുറച്ചും കൂടെ മാറി. ഇപ്പോൾ എല്ലായിടത്തും ഈ പറയുന്ന ക്യാമറകളായി. ഈ നോട്ടം എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓരോ നിരന്തരം നമ്മൾ മറ്റൊരാളുടെ കണ്ണാൽ പിന്തുടർന്ന് നമ്മുടെ പിന്നിലൂടെ മറ്റാരോ വരുന്നു എന്നുള്ളൊരു തോന്നലോ അല്ലെങ്കിൽ അത്തരം ഒരു അധികാരത്തിൻ്റെ നോട്ടങ്ങൾ എപ്പോഴും നമ്മുടെ പിന്നിലുണ്ട്. ഇതൊക്കെ പല രീതിയിൽ ഈ സിനിമയ്ക്കകത്ത് അത് പക്ഷെ ഒട്ടും ഉയർന്ന ശബ്ദത്തിലല്ല പറയുന്നത്. പക്ഷെ രാഘവൻ്റെ ചെറിയ ചില വാചകങ്ങളിലൂടെ അധികാരം, ജയിൽ, അതിലെ ശിക്ഷ, ഇത്തരം കാര്യങ്ങളെല്ലാം വന്നു പോകുന്നുണ്ട്. ഇതൊന്നും നമ്മൾ മനഃപൂർവ്വം പോയി പഠിച്ചിട്ട് എഴുതുകയല്ല. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ കഴിഞ്ഞ ഇത്ര നാളത്തെ ജീവിതത്തിനിടയിൽ ഈ സമൂഹത്തിലൂടെ കടന്നു പോകുമ്പം തിരിച്ചറിഞ്ഞ കുറേ കാര്യങ്ങളും വായിച്ചറിഞ്ഞ കുറേ കാര്യങ്ങളും അതെല്ലാം ഈ സിനിമയിൽ അതിലെ ഡയലോഗുകളായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സീനുകൾ രൂപപ്പെടുത്തുന്നതിലോ സഹായിച്ചിട്ടുണ്ട്. മലയാളി ഒരിക്കലും ഈ പറയുന്ന തെറ്റ് ചെയ്തൊരു മനുഷ്യനെ ഏറ്റവും വലിയ ശിക്ഷ കൊണ്ട് നേരിടാമെന്ന് കരുതുന്ന മാനസികാവസ്ഥയുള്ള ആൾക്കാരാണ്. അവർ 12 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും നമ്മൾ ഒരിക്കലും അവരെ അംഗീകരിക്കാൻ തയ്യാറാവാതിരിക്കുന്നത് നമ്മൾ ഏറ്റവും നല്ല മനുഷ്യരും അതല്ലാത്തവർ കുറേ ചീത്ത മനുഷ്യരും എന്ന് പറയുന്ന ഈ ഗുഡ് ആൻഡ് ഈവിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്കുണ്ട്. ഇത് കാരണം നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരേ സമയത്ത് ഒരു സാത്താനും ദൈവവും ജീവിക്കുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് പക്ഷേ മറ്റൊരാളുടെ മേൽ മറ്റൊരാളുടെ തെറ്റുകളെ എപ്പോഴും അല്ലെങ്കിൽ മറ്റൊരാളുടെ തെറ്റുകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക്
ഭയങ്കര പ്രിയമുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള അത് ഭയങ്കര സങ്കീർണമായിട്ടുള്ള ഒരു സമൂഹത്തിൽ നടക്കുന്ന ജീവിതത്തെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ കുറ്റത്തെക്കുറിച്ചിട്ടും ഒക്കെയുള്ള കാഴ്ചപ്പാടുകളുടെ പ്രശ്നമാണിത്. ഇതൊന്നും തന്നെ നമ്മുടെ രാഷ്ട്രീയ ബോധത്തിലില്ല എന്നുള്ളതാണ് സത്യം. ഇതൊരു ഭയങ്കര ഒരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. ഈ സാമൂഹ്യ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു തരം ഡിസ്കോഴ്സുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നില്ല. പക്ഷേ ഇത്തരം കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സിനിമയിലൂടെ കൊണ്ടുവരുന്നുണ്ട്. അത് ഒരു മലയാളിക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അങ്ങനൊരു സിനിമ ഒരിക്കലും ഒരു പാഠപുസ്തകമല്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലാത്തിടത്തോളം കാലം നമുക്ക് അങ്ങനെ ഇതിൽ നിന്ന് മലയാളി എന്തു പഠിക്കുന്നു എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സിനിമയ്ക്കകത്തൂടെ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ ഒരു സെൻസിബിളായിട്ടുള്ള ഒരു പ്രേക്ഷകനെങ്കിലും തിരിച്ചറിഞ്ഞേക്കാം എന്നുള്ള ഒരു എന്താ പറയേണ്ടത്, അത്തരം ഒരു തിരിച്ചറിവ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇതിനകത്ത് വളരെ ബോധപൂർവം അത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും ലൗഡല്ല, അതൊരു പ്രൊപ്പഗാൻഡ സ്വഭാവം ഉള്ളതുമല്ല. രാഘവൻ എന്ന കഥാപാത്രത്തെ ഇന്ന് മലയാളത്തിൽ ചെയ്യാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള മനുഷ്യൻ മമ്മൂട്ടി തന്നെയാണ്. കാരണം ഇത് വളരെ മ്യൂട്ടഡായിട്ട് അഭിനയിച്ചിരിക്കുക. അത്തരം ഒരു കഥാപാത്രമാണ് ഇതിനാവശ്യം. ഇപ്പോൾ ഭൂതക്കണ്ണാടിയിൽ അല്ലെങ്കിൽ മറ്റൊരുപാട് സിനിമകളിൽ ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരേ സമയം, കാരണം ഇയാൾ ഭയങ്കര മ്യൂട്ടഡാണ്, ഇയാൾ 20 കൊല്ലം ജയിലിൽ ജീവിച്ചതിൻ്റെ ശാരീരികമായിട്ടുള്ള അയാളുടെ ചില വഴക്കങ്ങൾ, ഇതെല്ലാം വളരെ പ്രധാനമാണ്. ഇത് ഒരു ക്യാരക്ടറിനെ ഒരാൾ കൺസീവ് ചെയ്യുമ്പോൾ ഒരു സംവിധായകന് പറഞ്ഞു കൊടുക്കാൻ പരിമിതികളുണ്ട്. ഇങ്ങനെയൊക്കെയാണെന്ന് മാത്രമേ പറയാം. പക്ഷെ അതെങ്ങനെ സ്വന്തം ശരീരത്തിലൂടെ, സ്വന്തം സംഭാഷണത്തിൻ്റെ ആ ഡയലോഗ് റെൻഡറിങ്ങിൽ, നോട്ടങ്ങളിൽ, ഈ ശരീരചലനങ്ങളിലെല്ലാം വളരെ പ്രധാനമായിട്ട് അത് തിരിച്ചറിയുന്ന ഒരു നടന് മാത്രമേ രാഘവനെ പോലത്തെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഈ സിനിമയിൽ മമ്മൂക്ക നമ്മൾ കോഴിക്കോട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഒന്ന് വലിയ തിരക്കുള്ള സ്ഥലമാണ്. അവിടെ ഷൂട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് മമ്മൂട്ടിയെ പോലെ ഒരു നടനെ കോഴിക്കോട് ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. പെട്ടെന്നൊന്ന് അദ്ദേഹത്തെ ഇറക്കി അതങ്ങ് ഷൂട്ട് ചെയ്ത് പോകണം എന്നുള്ളതാണ്. പക്ഷെ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയില്ല. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ വേണു സാർ വന്നിട്ട് മമ്മൂക്ക എടുത്ത് പറഞ്ഞു, ഒരു ടേക്കും കൂടെ വേണം, എൻ്റെ തെറ്റാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് അത് ഡയറക്ടറുടെ തെറ്റാണെന്ന് പറഞ്ഞ് റീടേക്കിന് പോകാതെ അദ്ദേഹം പറഞ്ഞിട്ട് ഒരു കാര്യമേ ഉള്ളൂ, വേണു ഒരു ടേക്ക് കൂടെ വേണമെന്ന് എനിക്കും തോന്നി, കാരണം ഞാൻ എൻ്റെ കൈ കുറച്ച് കൂടുതൽ വീശിയെന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞു. കാരണം ശരിയാണ്, 20 കൊല്ലം ഈ മനുഷ്യൻ്റെ നടപ്പിൽ അദ്ദേഹം അത്രയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അയാളുടെ നടപ്പൊരു പ്രത്യേക രീതിയിലാണ്. ഇതൊക്കെ ശ്രദ്ധിക്കുകയും പ്രത്യേകിച്ച് ഡബ് ചെയ്യുന്ന സമയത്ത് അതിലെ ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ, അതിൻ്റെ ആ ടോണിൻ്റെ വേരിയേഷൻസ്, ഇതൊക്കെ അത് അത്രയും എന്താ പറയേണ്ട പാകതയുള്ള ഒരു ആക്ടർക്ക് മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് രാഘവൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യനായ നടൻ മമ്മൂക്ക തന്നെയാണ്. പ്രധാനമായിട്ടും ഈ വേണുചേട്ടൻ്റെ ഒരു വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്, അത് അപൂർവം ചില മനുഷ്യർക്ക് മാത്രം ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന്, ഒരാളെ അഡ്മിറ്റ് ചെയ്യുന്നതിൽ അതിന് വലിപ്പ ചെറുപ്പങ്ങളില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആ ഒരു വലിയ അത്തരം ചില മനസ്സുകളാണ് ശരിക്കും എന്നെപ്പോലൊരാൾക്കൊക്കെ ഏറ്റവും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഊർജ്ജം അതാണ്. പിന്നെ അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്ത് വേണ്ട എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായുള്ള ബോധ്യമുണ്ട്. നമുക്കെന്ത് വേണ്ട, പക്ഷേ എന്ത് വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള അത്രയേറെ ബോധ്യം ഉള്ളതുകൊണ്ടും വർക്ക് ചെയ്യുന്നതിനകത്ത് ഭയങ്കര അതിൻ്റെ ഒരു റിതം ഭയങ്കര സുഖമുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില സമയത്ത് ചില ചോദ്യങ്ങൾ, ഇതെന്തുകൊണ്ട് ഇതിങ്ങനെയല്ല, അല്ല ഇത് എന്തുകൊണ്ട് ഇങ്ങനെ, അത് ഞാൻ ചോദിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത്, അതിന് കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങളുണ്ടാവുക, അദ്ദേഹം ചോദിക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളുണ്ടാവുക. ഉത്തരങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമതൊരു വഴി നമ്മൾ കണ്ടെത്തും. ഇത് അന്യോന്യം ഒരു ഈഗോ ഇല്ലാതെ ഏറ്റവും എന്താ പറയേണ്ടത് തുറന്ന മനസ്സോടുകൂടി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വർക്ക് ചെയ്യാൻ പറ്റി. കാരണം ഞാൻ അദ്ദേഹത്തെക്കാൾ ഒരുപാട് ജൂനിയറായിട്ടുള്ളൊരു
ആളാണ്. ഒരാൾക്ക് സ്നേഹബന്ധത്തിൻ്റെ പേരിൽ ഇത് എഴുതാൻ വിളിക്കേണ്ട ആവശ്യമില്ല. എവിടെയോ ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, കാരണം എൻ്റെ അടുത്ത് പറഞ്ഞത് ഉണ്ണി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനുള്ള വിശ്വാസമാണ്, അല്ലാതെ 10-15 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള വർഷങ്ങൾ നമ്മുടെ ബന്ധം കൊണ്ടല്ല ഞാൻ ഉണ്ണിയെ വിളിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരു റൈറ്റർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എന്നെ കൺസിഡർ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ, എന്താ പറയുക, എനിക്ക് അഭിമാനിക്കാൻ തോന്നുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. പിന്നെ ഞങ്ങൾക്കിടയിൽ ഈ പറയുന്ന അത്തരം ഈഗോ പ്രശ്നങ്ങളില്ല, ആര് എന്ത് പറഞ്ഞു അല്ലെങ്കിൽ ആരെന്ത് മാറ്റി വെച്ചു എന്നുള്ളതില്ല. കാരണം അദ്ദേഹം ഷൂട്ട് ചെയ്യുമ്പോൾ പോലും അങ്ങനെയാണ്. ഏതൊരു അഭിപ്രായവും, കാരണം ഞാൻ പല സമയങ്ങളിലും ഇപ്പോൾ ചെറിയ ചില അഭിപ്രായങ്ങൾ മാറി എന്ന് ചെവി ചെന്ന് പറയുമ്പം ഉറക്കെ പറഞ്ഞാൽ മതി, അവിടെ നിന്ന് പറഞ്ഞാൽ മതി, ഒരു പ്രശ്നമില്ല. കാരണം അതൊരു വലിയ, അത്രയും ഒരു ഈഗോ ഇല്ലാതെ, അത്രയും എന്താ പറയണ്ട ഒരു, കാരണം ഒന്നാമത്തെ കാര്യം ആ മനുഷ്യൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് ആസ് എ ക്യാമറാമാൻ എന്താണെന്നുള്ളത്. പിന്നെ മറ്റൊരാളെ അംഗീകരിക്കുന്നതിനകത്തുള്ള മടിയില്ലായ്മയുണ്ട്, അത് അദ്ദേഹം എല്ലാവരോടും, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അതാണ്. പിന്നെ അങ്ങനെയൊക്കെയുള്ളൊരു വലിയൊരു മനുഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിലുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ ഈ പറയുന്ന പോലെ എഴുത്തിൽ ഒരു തടസ്സങ്ങളും ഇല്ലായിരുന്നു. ഈ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ സിനിമ എഴുതി തീർക്കുന്നത്